ഇന്ന് അമിതഭാരം ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് എന്ന് പറയുന്നത് GLP-1 അനലോഗ് വിഭാഗത്തിൽപ്പെട്ട മെഡിസിൻസ് ആണ്. നമുക്ക് സബ്ക്യൂട്ടേനിയസ് സെമാഗ്ലൂട്ടൈഡ് ഉണ്ട്, വെഗോവിയോ ഒസംപിക് എന്ന പേരുകളിൽ. സബ്ക്യൂട്ടേനിയസ് ടെർസിപ്പാറ്റൈഡ് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനുകളായി ആഴ്ചയിൽ ഒന്ന് എന്നുള്ള രീതിയിൽ എടുക്കുന്ന മരുന്നുകളുണ്ട്. ലിറാഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷനുകളുണ്ട്. അത് അത്രത്തോളം കോസ്റ്റ്ലി അല്ല, എന്നാൽ ഇഫക്റ്റീവാണ്. അങ്ങനെ 3 തരത്തിലുള്ള ഇഞ്ചക്ഷനുകളാണ് ഇന്ന് ഇന്ത്യയിലെ വിപണികളിൽ ലഭ്യമായിട്ടുള്ളത്. അപ്പം ഇത്തരം മരുന്നുകൾ ഡയബറ്റിക്സിന് മാത്രമാണ്, അല്ലെങ്കിൽ ഡയബറ്റിക്കായ ഒബീസ് പേഷ്യൻസിന് മാത്രമാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അപ്പം കൃത്യമായിട്ട് FDA കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈവൻ ദോ ഇഫ് യു ആർ നോൺ ഡയബറ്റിക് ആയ ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ BMI 30 മുകളിലാണ്, ഇന്ത്യൻ കട്ട് ഓഫ്സ് എന്ന് പറയുന്നത് പലപ്പോഴും 25-27 ഒക്കെയാണ്, അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അമിത ഭാരം കുറച്ച് കൊണ്ടുവരാനായിട്ട് നോൺ ഡയബറ്റിക് ആയ പോപ്പുലേഷൻ ആണെങ്കിൽ പോലും ഇത്തരം മരുന്നുകൾ എടുക്കാം. ഇത്തരം മരുന്നുകൾ എടുക്കുന്ന വഴി നിങ്ങളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞു വരാനായിട്ട് സഹായിക്കും. അതോടൊപ്പം തന്നെ ഡയബറ്റിസ് ഇനീഷ്യൽ സ്റ്റേജിലാണ് റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. ഫാറ്റ് ലിവർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അത്തരം ചേഞ്ചുകളൊക്കെ വരുത്താം. അപ്പം ഓസ്റ്റിയോ ആർത്രൈറ്റിസിനൊക്കെ ഇപ്പോൾ ഇത് ഇൻഡിക്കേറ്റഡ് ആണ്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽമുട്ടിലെ വേദന, കാൽമുട്ടിലെ പ്രയാസങ്ങളൊക്കെ വരുന്നത് എപ്പോഴും കാൽമുട്ട് ഒരു വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഭാരം കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് ബെയറിംഗ് ജോയിൻ്റ് തേയ്മാനം കൂടാനുള്ള സാധ്യതയുണ്ട്. വെയിറ്റ് കുറയുന്നതിനനുസരിച്ച് അത്തരം സ്ട്രെയിനൊക്കെ കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കോംപ്ലിക്കേഷൻസ് നിന്നൊക്കെ റിവേഴ്സ് ചെയ്യിപ്പിക്കാനായിട്ട് GLP-1 അനലോഗ് മരുന്നുകൾ എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. താങ്ക് യു. Stay healthy. Follow for more.